ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാവർക്കും വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്ന വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ. ഇസ്രയേൽ-ഇറാൻ സംഘർഷത്തിൽ ആദ്യ ദിവസം മുതൽ അമേരിക്ക പങ്കാളിയായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആരോപിച്ചിരുന്നു. ആക്രമണം അവസാനിക്കുകയും ഇസ്രയേലിനെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാക്കുകയും ചെയ്താൽ ഇറാൻ നയതന്ത്രം പരിഗണിക്കാൻ തയ്യാറാണെന്നും അരാഗ്ചി വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ അത് വളരെ വളരെ അപകടകരമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കിയിലെ ഇസ്താംബുളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം യൂറോപ്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ഇസ്രയേൽ ഇറാനുമേൽ നടത്തിയ ആക്രമണങ്ങൾ ചർച്ചകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിപ് ഉർദുഗാൻ പറഞ്ഞു. പശ്ചിമേഷ്യയെ പൂർണ്ണമായും സംഘർഷത്തിലേക്ക് തള്ളിവിടാനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതെന്നും തുർക്കി പ്രസിഡന്റ് ആരോപിച്ചു. ഇതിനിടെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ 430 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേലിൽ 25 പേർ കൊല്ലപ്പെടുകയും 2517 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന നൽകുന്ന കണക്ക്. അതേസമയം യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന മലയാളികളെയും ഇറാൻ ഇസ്രയേൽ സംഘർഷം വലയ്ക്കുകയാണ്. കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്ന യാത്രക്കാർ GCC രാജ്യങ്ങളിൽ ഒരു ദിവസം വരെ കുടുങ്ങിക്കിടക്കുകയാണ്. യാത്രാമധ്യേ വിമാനം വഴിതിരിച്ചുവിടുന്നതോടെ ലാൻഡിംഗ് മണിക്കൂറുകൾ വൈകുന്നു. ഇതോടെ കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടമാകുന്നതാണ് വിനയായത്. UK, US, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിനാൽ നിരവധി യാത്രക്കാരാണ് കേരളത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിൽ നിന്ന് ഒട്ടേറെ മലയാളികളുമായി അബുദാബിയിലേക്ക് വന്ന എത്തിഹാദ് വിമാനം യാത്രാമധ്യേ വഴിതിരിച്ചുവിട്ടു. 2.5 മണിക്കൂർ വൈകിയാണ് അബുദാബിയിൽ ലാൻഡ് ചെയ്തത്. കണക്ഷൻ ഫ്ലൈറ്റ് ഇവർ എത്തും മുൻപ് പുറപ്പെട്ടിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലെത്തിയ മലയാളികളും ഇതുപോലെ പെട്ടുപോയി. നാട്ടിലേക്ക് അടുത്ത ദിവസമേ വിമാനമുള്ളൂവെങ്കിൽ ഇവരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കും. ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലും കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടാതെ യാത്രക്കാർ കുടുങ്ങുന്നുണ്ട്. കല്യാണത്തിൽ പങ്കെടുക്കാനും ബന്ധുവിന്റെ മരണമറിഞ്ഞും പുറപ്പെട്ടവരും ഈ കൂട്ടത്തിലുണ്ട്. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെയും വഹിച്ച 2 വിമാനങ്ങൾ കൂടി ഡൽഹിയിലെത്തി. മറ്റൊരു വിമാനം ഇന്നെത്തും. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇറാൻ ഇന്നലെ വ്യോമപാത തുറന്നിരുന്നു. മഹാദിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നലെ രാത്രി 11:30 തുർക്ക്മെനിസ്ഥാനിലെ അഷ്ഗാബത്തിൽ നിന്നുള്ള വിമാനം പുലർച്ചെ 3 ഡൽഹിയിൽ ഇറങ്ങിയത്. വിദ്യാർത്ഥികളും സ്ത്രീകളും കുട്ടികളും സംഘത്തിലുണ്ട്. നടപടി ഏകോപിപ്പിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ്. റോഡ് മാർഗം മഷാദിലെത്തിയ 1000 ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനാണ് വ്യോമാതിർത്തി തുറന്നത്. ഇസ്രയേൽ-ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ഫോണിൽ സംസാരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ആണവ ചർച്ച തുടരാമെന്ന് ഇറാൻ സമ്മതിച്ചതായി മാക്രോൺ പറഞ്ഞു. ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കരുതെന്നും ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായും സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്നും താൻ ആവശ്യപ്പെട്ടതായി മാക്രോൺ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.